നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ ചാനലിലൂടെ 13 ക്ലാസ്സുകൾ ഞാൻ ചെയ്തിരുന്നു. ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം ആസ്ഥ അക്കാഡമി പ്രസിദ്ധീകരിച്ചിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു പുസ്തകം, ധാരാളം പേര് പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 13 ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പുസ്തകമോ ക്ലാസ്സോ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല. കുറച്ച് അപ്ഡേറ്റ്സ് ആണ്, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ പുസ്തകം വാങ്ങിച്ചിട്ടുള്ളവർ നിർബന്ധമായിട്ടും ഇത് കാണണം. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട 1-2 മാർക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ ഓരോരോ കാര്യങ്ങളിലോട്ട് വരാം. ഒന്ന്, യുനെസ്കോ മാബ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. യുനെസ്കോ മാബ് പ്രോഗ്രാം, മാൻ ആൻഡ് ബയോസ്ഫിയർ, അതിൻ്റെ ചുരുക്കെഴുത്താണ് MAB, മാബ് പ്രോഗ്രാം അല്ലേ. അത് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ ആകെ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്? ഇന്ത്യയിൽ ആകെ 18 ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. 18 ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. പക്ഷേ യുനെസ്കോ മാബ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 13 യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് ആണ്. ഏതിൻ്റെ ഭാഗമായിട്ടുള്ളത്? മാബ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ക്ലാരിറ്റി വേണം. ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്? അതിൽ മാറ്റമില്ല, 18 ബയോസ്ഫിയർ റിസർവ് ആണ്. മാബ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്? അതിൽ മാറ്റമുണ്ട്. എത്രയാണ്? 13 ബയോസ്ഫിയർ റിസർവ്. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് 12 എന്നാണ്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് 12 ബയോസ്ഫിയർ റിസർവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒക്ടോബർ ആയപ്പോൾ യുനെസ്കോ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബയോസ്ഫിയർ റിസർവിനെ കൂടി മാബ് പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചു. അങ്ങനെ 13ാമത്തെ ബയോസ്ഫിയർ റിസർവ്, മാബ് പ്രോഗ്രാമിൽ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഏതാണ്? കോൾഡ് ഡെസർട്ട്. കോൾഡ് ഡെസർട്ട് എന്ന് പറയുന്ന ബയോസ്ഫിയർ റിസർവ് ആണ്. അത് എവിടെയാണെന്നും ചോദിച്ചേക്കാം. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇതിനകത്തുള്ള അപ്ഡേറ്റ് എന്താണ്? പുസ്തകത്തിൽ 12 എന്ന് കൊടുത്തിരുന്നത് പുതിയത് ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് 13 എന്ന് തിരുത്തി പഠിക്കണം. ആ 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതെന്നും പഠിക്കണം. ഏതാണ്? കോൾഡ് ഡെസർട്ട്. കോൾഡ് ഡെസർട്ട് എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് എത്ര എന്ന് ചോദിച്ചാൽ അത് പഴയത് തന്നെയാണ്. എത്ര? 18. ശരി, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗം, നമ്മൾ റംസാർ കരാറൊക്കെ പഠിച്ചെടുത്ത് തണ്ണീർത്തടങ്ങളെ കുറിച്ച് പഠിച്ചു. അവിടെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ പുസ്തകത്തിൽ തണ്ണീർത്തടങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളതിന് ഒരു ഉത്തരം പറഞ്ഞിരുന്നു. 90 91 ആണ് അന്ന് ഉത്തരം പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് ശേഷം, ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷം, ഈ പറഞ്ഞ 1-2 മാസത്തിനിപ്പുറമായിട്ട് പുതിയ 3 തണ്ണീർത്തടങ്ങൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ എത്ര തണ്ണീർത്തടങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ പുസ്തകത്തിൽ പറയുന്നത് പോലെ 90 91 അല്ല, അതിനകത്ത് അപ്ഡേറ്റ് വേണം. എത്രയാണ്? 94. പുസ്തകത്തിൽ തെറ്റുപറ്റിയതല്ല, കാര്യങ്ങൾ പിന്നീട് മാറിയതാണ്. അപ്പോൾ അത് 94 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അവിടെയും ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമുണ്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത്. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട തണ്ണീർത്തടം, ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ തണ്ണീർത്തടമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഗോഗാബീൽ എന്ന് പറയുന്ന തണ്ണീർത്തടമാണ്. ഈ ഗോഗാബീൽ എന്ന് പറയുന്ന തണ്ണീർത്തടം എവിടെയെന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. ഗോഗാബീൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് ബീഹാറിലാണ്. ഗോഗാബീൽ തണ്ണീർത്തടം എവിടെയാണ്? അത് ബീഹാറിലാണ്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോണം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ലേക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ലേക്ക് അല്ലെ. കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിൽ ഒരെണ്ണമുണ്ട്, കടലുണ്ടി എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി റിസർവ് ലേക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് തടാകം ഏത് എന്ന് ചോദിക്കും. അതിൻ്റെ ഉത്തരവും ഗോഗാബീലാണ്. ഗോഗാബീൽ ഒരു തടാകമാണ്, അതൊരു ഓക്സ്ബോ തടാകം കൂടിയാണ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ലേക്ക് ഏതെന്ന് ചോദിച്ചാൽ ഗോഗാബീൽ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ഇതാണ്. എന്താണ്? തണ്ണീർത്തടങ്ങളുടെ എണ്ണം നിലവിൽ 94 ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 94 94ാമത്തെ തണ്ണീർത്തടമാണ് ഗോഗാബീൽ.
അത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ലേക്ക് കൂടിയാണ്. ഗോഗ ബിൽ എവിടെയാണ്? ബീഹാർ. അടുത്ത അപ്ഡേറ്റ് അതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി പഠിക്കണം. പ്രോജക്റ്റ് ചീറ്റ 2022 അല്ലെ, ഇതുപോലുള്ള കുറച്ച് പദ്ധതികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് ലയൺ, പ്രോജക്റ്റ് ടൈഗർ, പ്രോജക്റ്റ് എലിഫന്റ്, പ്രോജക്റ്റ് സ്നോ ലിയോപേർഡ് അല്ലെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ കാര്യം വേറൊരു സ്ഥലത്താണ് പറഞ്ഞിരുന്നത്. അവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ടത് പ്രോജക്റ്റ് ചീറ്റ ഏത് വർഷമാണ് ഇനിഷ്യേറ്റ് ചെയ്തെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. 2022 പ്രോജക്റ്റ് ചീറ്റ പദ്ധതി വരുന്നത് 2022 ചീറ്റ എന്ന് പറയുന്ന ജീവവിഭാഗം 1950കളിൽ തന്നെ ഇന്ത്യൻ കാടുകളിൽ അപ്രത്യക്ഷമായ ഒന്നാണ്. ഇന്ത്യൻ കാടുകളിൽ വംശനാശം സംഭവിച്ച ഒന്നാണ്. വീണ്ടും ചീറ്റകളെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ പറഞ്ഞ ചീറ്റ പോപ്പുലേഷൻ കൂട്ടുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിജയകരമായിട്ട് നടക്കുന്നു എന്ന് വേണം പറയാൻ. പുതിയ കണക്കുകൾ അനുസരിച്ച് അത് വിജയകരമായി തന്നെ ഇന്ത്യയിൽ നടന്നു മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അത് പ്രോജക്റ്റ് ചീറ്റ 2022 ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉറപ്പായും ഉണ്ടാവും. പ്രോജക്റ്റ് ചീറ്റയെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ ഒരു അപ്ഡേറ്റ് ഇതാണ്. പ്രോജക്റ്റ് ചീറ്റ പറഞ്ഞല്ലോ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചീറ്റ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം, വേൾഡ് ചീറ്റ ഡേ, ലോക ചീറ്റ ദിനം എന്ന് ചോദിച്ചാൽ ഡിസംബർ 4. ശ്രദ്ധിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചേക്കാം. ഇത് ആ പുസ്തകത്തിനകത്ത് വിട്ടുപോയി, ആ ഡേറ്റ് ഉൾക്കൊള്ളിക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ വരണം. പ്രോജക്റ്റ് ചീറ്റ അല്ലെ, അത് 2022 ചീറ്റ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്ന് ചോദിച്ചാൽ ഡിസംബർ 4. അതുപോലെ ശ്രദ്ധിക്കണം, കടുവാ ദിനം ജൂലൈ 29, അത് പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, പുസ്തകത്തിനകത്തുണ്ട്. പക്ഷെ ഡിസംബർ 4 എന്നുള്ളത് പുസ്തകത്തിനകത്ത് വിട്ടുപോയി. അപ്പൊ ആ പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ചീറ്റ ദിനം എന്നൊന്ന് ചോദിച്ചാൽ ഡിസംബർ 4, കടുവാ ദിനം എന്ന് ചോദിച്ചാൽ ജൂലൈ 29. പ്രോജക്റ്റ് ചീറ്റ 2022. അതുമായി ബന്ധപ്പെട്ട് കുനോ ദേശീയ പാർക്ക് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. നമീബിയയിൽ നിന്ന് 8 ചീറ്റകളെ കൊണ്ടുവന്നു, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെ കൊണ്ടുവന്നു. ഇതിനെയൊക്കെ തുറന്നു വിട്ടത് ഏത് കാട്ടിലാണ്? അത് ഈ പറഞ്ഞ കുനോ നാഷണൽ പാർക്കിലാണ്. കുനോ നാഷണൽ പാർക്കിലാണ് പ്രോജക്റ്റ് ചീറ്റ നടക്കുന്നത്. ഈ പറഞ്ഞ കുനോ നാഷണൽ പാർക്കിലാണ്. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം. ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം എവിടെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അത് മധ്യപ്രദേശിലാണ്. എന്താണ് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതത്തിന്റെ പ്രാധാന്യം? നമ്മൾ പറഞ്ഞു, പ്രോജക്റ്റ് ചീറ്റ പ്രകാരം ഈ പറഞ്ഞ ചീറ്റകളെ തുറന്നു വിട്ടത് കുനോ ദേശീയ പാർക്കിലാണ്. ഈ അടുത്ത കാലത്ത് ഒരു 3 ചീറ്റകളെ ഇങ്ങോട്ട് മാറ്റി ഗാന്ധി സാഗർ വന്യജീവി സങ്കേതത്തിലോട്ട് മാറ്റി. അത് എവിടെ തന്നെയാണ്? മധ്യപ്രദേശിൽ തന്നെയാണ്. അപ്പോൾ പുതുതായിട്ടൊരു കാര്യം ഇപ്പോൾ പറയും, ചീറ്റകളുടെ രണ്ടാമത്തെ സെക്കൻഡ് ഹോം, ചീറ്റകളുടെ സെക്കൻഡ് ഹോം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് കുനോ ദേശീയ പാർക്കാണ്. അവിടെയാണ് കൊണ്ടുവന്ന് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കയറ്റി വിടുന്നത് അല്ലെ, കുനോ ദേശീയ പാർക്കിലാണ്. അതിന്റെ സെക്കൻഡ് ഹോം എന്നറിയപ്പെടുന്നത് ഏത് എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കണം. ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം, മധ്യപ്രദേശ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ചീറ്റയുടെ പേര് പഠിക്കണം. മുഖി എന്ന് പറയുന്ന ചീറ്റ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചീറ്റയാണ്. ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു? നമീബിയയിൽ നിന്ന് കൊണ്ടുവന്നു, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന ചീറ്റകളിൽ ഇന്ത്യയിൽ ജനിക്കുകയും, അങ്ങനെ കൊണ്ടുവന്ന ചീറ്റകളിൽ നിന്ന് ഇന്ത്യയിൽ ജനിക്കുകയും ഇപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ പ്രസവിക്കുകയും ചെയ്ത ഒരു ചീറ്റയുണ്ട്. ആ ചീറ്റയുടെ പേരാണ് ഏത്? മുഖി. ഇന്ത്യയിൽ ജനിച്ച് ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രസവിച്ച 5 കുഞ്ഞുങ്ങളെ ഈ ചീറ്റ പ്രസവിച്ചു. ആ ചീറ്റയുടെ പേരെന്ത് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. മുഖി എന്നാണ് ആ ചീറ്റയുടെ പേര്. ഇനി അത് കഴിഞ്ഞിട്ട് കുനോ ദേശീയ പാർക്ക്, പ്രോജക്റ്റ് ചീറ്റ, അതിൻ്റെ ഭാഗമായിട്ട് നമീബിയയിൽ നിന്ന് കൊണ്ടുവന്നു, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നവംബറിൽ 2025 നവംബറിൽ, പുസ്തകത്തിലില്ല, അതിനു മുമ്പേ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. 2025 നവംബറിൽ വേറെ രാജ്യത്തുനിന്ന് കൂടി ഈ പറഞ്ഞ ചീറ്റകളെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരികയാണ്. ഏതാണ് രാജ്യം എന്ന് ചോദിക്കും. അത് ബോട്സ്വാന അല്ലെ. പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 നവംബറിൽ ഏത് രാജ്യത്തു നിന്നാണ് ചീറ്റകളെ കൊണ്ടുവരുന്നത്
എന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണത്? ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യമാണ് എന്ന് ഓർക്കുക. അപ്പൊ ഈ ഭാഗത്ത് ഞാൻ നിങ്ങളടുത്ത് ശ്രദ്ധിക്കാൻ പറയുന്നത് ഡിസംബർ 4 എന്ന് പറയുന്ന ലോക ചീറ്റ ദിനം ശ്രദ്ധിക്കണം. ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ചീറ്റകളുടെ രണ്ടാമത്തെ സെക്കൻഡ് ഹോം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗാന്ധി സാഗർ വന്യജീവി സങ്കേതമാണ്, രണ്ടാമത്തെ വീട്, അല്ലെ? അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രോജക്റ്റ് ലയൺ 2020, പ്രോജക്റ്റ് ലയൺ 2020 നിങ്ങൾക്കറിയാം. പ്രോജക്റ്റ് ലയൺ പദ്ധതി എവിടെയാണ് നടപ്പിലാക്കുന്നതെന്ന് അറിയാം. 2020 ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ലയൺ, അല്ലെ? അത് ഗംഭീരമായിട്ട് നടന്നു വരുന്നത് എവിടെയാണ്? ഗിർ വനത്തിലാണ്, ഗിർ നാഷണൽ പാർക്ക്. ഗിർ നാഷണൽ പാർക്ക് നിങ്ങൾക്ക് അറിയാം ഗുജറാത്തിലാണ്. ഇപ്പോൾ ഗിർ നാഷണൽ പാർക്കിൽ ഈ സിംഹങ്ങളുടെ എണ്ണം, അതായത് ഏഷ്യൻ സിംഹങ്ങളാണല്ലോ, അല്ലെ? ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ അതൊരു 10,680 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഈ പറഞ്ഞ 10,900 എണ്ണം സിംഹങ്ങളായി. അപ്പോൾ ഗിർ നാഷണൽ പാർക്കിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അധികം സിംഹങ്ങളുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അപ്പം അങ്ങനെ വന്നപ്പോൾ കുറച്ച് ഈ പറഞ്ഞ സിംഹങ്ങളെ വേറൊരു ഈ പറഞ്ഞ വന്യജീവി സങ്കേതത്തിലോട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. അതേതാണ് ആ വന്യജീവി സങ്കേതം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അതാണ് ബർദ വന്യജീവി സങ്കേതം. ബർദ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പറയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ഏഷ്യൻ സിംഹങ്ങളുടെ രണ്ടാമത്തെ വീട്, സെക്കൻഡ് ഹോം ആണ് എന്ന് ഏതിനെ പറയാം? ബർദ വന്യജീവി സങ്കേതം. അപ്പം ഗുജറാത്തിലെ ഗിർ വനത്തിലെ ഈ ഏഷ്യൻ സിംഹങ്ങളെ വേറൊരു വന്യജീവി സങ്കേതത്തിലോട്ട് മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഗുജറാത്തിൽ തന്നെയാണ്, ഒരു 100 കിലോമീറ്റർ അപ്പുറത്താണ്. ഏതാണ് ആ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ ബർദ വന്യജീവി സങ്കേതം. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. ബർദ വന്യജീവി സങ്കേതം എവിടെയാണ്? ഗുജറാത്തിലാണ്. ഏതുമായി ബന്ധപ്പെട്ടാണ്? പ്രോജക്റ്റ് ലയണുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു തെറ്റ്. ആ തെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന സമയത്ത്, പുസ്തകം ചെയ്യുന്ന സമയത്ത് അത് തെറ്റല്ല, പക്ഷെ ഇപ്പോൾ അത് ഒരു തെറ്റായിട്ട് മാറിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഏഷ്യൻ സിംഹങ്ങളുടെ IUCN സ്റ്റാറ്റസ് എന്ത് എന്ന് ചോദിച്ചാൽ നേരത്തെ അത് എൻഡാഞ്ചേർഡ് ആയിരുന്നു. ഏതായിരുന്നു? എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം പുതിയ സെൻസസ് പ്രകാരം കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ IUCN 2025 ഏഷ്യൻ സിംഹങ്ങളുടെ സ്റ്റാറ്റസ് എൻഡാഞ്ചേർഡിൽ നിന്ന് വൾണറബിളിലോട്ട് മാറ്റിയിട്ടുണ്ട്. വൾണറബിൾ എന്ന് പറഞ്ഞാൽ എൻഡാഞ്ചേർഡ് പോലെ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വംശനാശമല്ല, അതിനേക്കാൾ തോത് കുറഞ്ഞതാണ്. അപ്പോൾ വൾണറബിൾ എന്ന് പറയുന്ന സ്റ്റാറ്റസിനകത്താണ് ഇപ്പോൾ ഏതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏഷ്യൻ സിംഹങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോജക്റ്റ് ലയൺ 2020 അവിടെ നമ്മൾ ഗിർ വനം പഠിച്ചിട്ടുണ്ട്, ബർദ വന്യജീവി സങ്കേതമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു അഡീഷണൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ ഏഷ്യൻ സിംഹങ്ങളുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ വീടാണ് ബർദ വന്യജീവി സങ്കേതം എന്നുകൂടി ഒന്ന് മനസ്സിൽ കിടക്കട്ടെ. നമ്മൾ നേരത്തെ ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം, ചീറ്റകളുടെ വന്യജീവി സങ്കേതം, അല്ലെ, ചീറ്റകളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ബർദ വന്യജീവി സങ്കേതം ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഷ്യൻ സിംഹങ്ങളുടെ IUCN സ്റ്റാറ്റസ് ഇപ്പൊ എന്താണ്? എൻഡാഞ്ചേർഡ് അല്ല, വൾണറബിൾ ആണ്. തെറ്റിച്ചെഴുതരുത്, ഒരു മാർക്ക് പോകും. വൾണറബിൾ ആണ്. അത് 2025 അപ്ഡേറ്റ് ആണ്. പുസ്തകത്തിൽ അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? എൻഡാഞ്ചേർഡ് എന്നാണ്. ക്ലാസ്സിനകത്തും ഞാൻ എൻഡാഞ്ചേർഡ് എന്ന് പറഞ്ഞതായിട്ടാണ് തോന്നുന്നത്. ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ വൾണറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ഏതോ ഒരു ക്ലാസ്സിൽ എൻഡാഞ്ചേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടത് എൻഡാഞ്ചേർഡ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ് ശീലം, ചിലപ്പോൾ അറിയാതെ അങ്ങനെ വരും. അപ്പം അതുകൊണ്ട് അത് തിരുത്തിക്കോണം. വൾണറബിൾ ആണ്, വളരെ ക്ലിയർ ആണ്, ശ്രദ്ധിച്ചോണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം. ക്ലാസ്സിനകത്ത് പറഞ്ഞതാണ് കറുത്ത കടുവകൾ, അല്ലെ? കറുത്ത കടുവകൾ, കടുവകളുടെ നിറം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ സ്യൂഡോ മെലാനിസം എന്ന് പറയുന്ന ഒരു സ്വഭാവം, അതായത് മെലാനിൻ ആണല്ലോ ഈ നിറം കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ചെറിയ വ്യത്യാസങ്ങൾ കാരണം നിറത്തിൽ വ്യത്യാസം ഉണ്ടാകുന്ന കടുവകളുണ്ട്. അതാണ് കറുത്ത കടുവകൾ. 1000 കടുവകളിൽ ഒരു കടുവയ്ക്കൊക്കെയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ കറുത്ത കടുവകൾക്ക് പേര് കേട്ട ഒരു നാഷണൽ പാർക്ക് ഇന്ത്യയിലുണ്ട്. ഏതാണ് ആ നാഷണൽ പാർക്ക് എന്ന് ചോദിക്കും. സിംലിപ്പാൽ നാഷണൽ പാർക്ക്. സിംലിപ്പാൽ നാഷണൽ പാർക്ക്. അതുപോലെ പഠിച്ചോണം, സിംലിപ്പാൽ നാഷണൽ പാർക്ക്
ഏത് സംസ്ഥാനത്താണ് സിംലിപ്പാൽ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ് അല്ലെ. അപ്പോൾ കറുത്ത കടുവകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കടുവകൾ തന്നെയാണ്. പക്ഷെ അതിനകത്ത് എന്താണ് ഈ പറഞ്ഞ ജനിതകപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ സ്യൂഡോ മെലാനിസം അതുകൊണ്ട് ഈ പറഞ്ഞ നിറം മാറ്റം ഉണ്ടായിട്ടുള്ള ചില കടുവകളുണ്ട്. അപ്പോൾ ആ കടുവകൾ വലിയ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതിനകത്തൊരു കാര്യമുണ്ട്, ഞാൻ അതിനകത്തോട്ട് വരാം. കറുത്ത കടുവകൾക്ക് പേര് കേട്ട ഇന്ത്യയിലെ ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ സിംലിപ്പാൽ ദേശീയ പാർക്കാണ്. അത് എവിടെ എന്ന് ചോദിക്കും. സിംലിപ്പാൽ ദേശീയ പാർക്ക് ഒഡീഷയിലാണ് അല്ലെ. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിതാർകണിക ആ ദേശീയ പാർക്ക് പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? അതും ഈ പറഞ്ഞ ഒഡീഷയിലാണ്. ആ ഒഡീഷയിലാണ് സിംലിപ്പാൽ ദേശീയ പാർക്ക്. കറുത്ത കടുവകൾക്ക് ഫേമസ് ആണ്. ഈ അടുത്ത കാലത്ത് ഒരു ഫോട്ടോഗ്രാഫർ വാർത്തയിൽ ഈ പറഞ്ഞ ഒരുപാട് ഇടം പിടിച്ചു. ആ ഫോട്ടോഗ്രാഫറുടെ പേരാണ് പ്രസൻജീത് യാദവ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ. ഇപ്പോൾ കറുത്ത കടുവകൾ കാട്ടിലുണ്ട് എന്നറിയാം. അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പടങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ CCTV ക്യാമറ പോലെ എന്തെങ്കിലും സാധനത്തിൽ പതിഞ്ഞ പടങ്ങളാണ്. ഡയറക്റ്റ് ആയിട്ട് ഒരാൾ ഈ പറഞ്ഞ ഒരു ഫോട്ടോ ആദ്യമായിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. ആ ഫോട്ടോ എടുത്തത് പ്രസൻജീത് യാദവാണ്. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ ഈ പറഞ്ഞ ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടുന്ന പടം ഈ പ്രസൻജീത് യാദവിൻ എടുത്ത പടമായിരിക്കും. ഒരു കടുവ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന പടമാണ്. അത് ഡയറക്റ്റ് ഫോട്ടോയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഡയറക്റ്റ് ഫോട്ടോ ഈ പറഞ്ഞ കറുത്ത കടുവകളുടെ ഫോട്ടോ കിട്ടുന്നത്. അതിലൂടെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമാണ് പ്രസൻജീത് യാദവ്. അതിലും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോ ഏതാണ്? പ്രസൻജീത് യാദവിൻ്റെ ബ്ലാക്ക് ടൈഗറിൻ്റെ ആ ഫോട്ടോ 2025 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ്റെ കവർ പേജാണ്. ആ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാഗസിനാണ് നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ. ആ നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ്റെ കവർ പേജ് ആരാണ്? ഈ പ്രസൻജീത് യാദവ് എടുത്ത ഈ ഫോട്ടോയാണ്. ഈ ബ്ലാക്ക് ടൈഗറിൻ്റെ ഫോട്ടോയാണ്. 2025 ഒക്ടോബറിലുള്ള കാര്യമാണ്. അത് ആ പുസ്തകത്തിനകത്ത് വന്നിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, കറണ്ട് അഫയേഴ്സ് ആണ്. പ്രസൻജീത് യാദവ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചു വെക്കുക. സിംലിപ്പാൽ ദേശീയ പാർക്ക്. ഇനി കറുത്ത കടുവകൾ പറഞ്ഞതുപോലെ വെളുത്ത കടുവകളുമുണ്ട്. നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം, സ്യൂഡോ മെലാനിസം, ജനിതക തകരാറ്. അപ്പൊ അങ്ങനെയുള്ള വെളുത്ത ടൈഗർ, വൈറ്റ് ടൈഗർ അല്ലെ, ആ വൈറ്റ് ടൈഗറിന് പേര് കേട്ട ഒരു നാഷണൽ പാർക്കാണ് ബാന്ധവ്ഗഡ് ദേശീയ പാർക്ക് അല്ലെ. വെളുത്ത കടുവകൾക്ക് പേര് കേട്ട ദേശീയ പാർക്ക് ഏത് എന്ന് ചോദിച്ചാൽ ബാന്ധവ്ഗഡ് ദേശീയ പാർക്കാണ്. ബാന്ധവ്ഗഡ് ദേശീയ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാർക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ ബാന്ധവ്ഗഡ് ദേശീയ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ വെളുത്ത കടുവകൾക്ക് പേര് കേട്ട നാഷണൽ പാർക്കാണ് ബാന്ധവ്ഗഡ് ദേശീയ പാർക്ക്. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് പറയുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കേന്ദ്ര സർക്കാർ വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്ററിന് ലൈസൻസ് കൊടുത്തു. ആ ലൈസൻസ് കൊടുത്തത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിൽ രേവ എന്ന് പറയുന്ന സ്ഥലത്താണ്. വൈറ്റ് ടൈഗറിന്റെ ഒരു ബ്രീഡിംഗ് സെന്റർ ഈ അടുത്ത കാലത്ത് നിലവിൽ വന്നു. എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? രേവയിലാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. സ്നോ ലിയോപേർഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2009 പദ്ധതിയാണ്. അപ്പോൾ പ്രോജക്റ്റ് സ്നോ ലിയോപേർഡ് പഠിച്ച സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ബ്രീഡിംഗ് സെന്ററിന്റെ കാര്യം പഠിച്ചിട്ടുണ്ട്. പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഡാർജിലിംഗിലാണ് അല്ലെ. അപ്പോൾ സ്നോ ലിയോപേർഡിന്റെ ഒരു ബ്രീഡിംഗ് സെന്റർ എവിടെയുണ്ട്? അത് ഡാർജിലിംഗിലുണ്ട്. പത്മജ നായിഡു എന്താണ് ഈ പറഞ്ഞ സുവോളജിക്കൽ പാർക്ക്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ സ്നോ ലിയോപേർഡ് കൺസർവേഷൻ സെന്റർ എന്ന് ചോദിക്കും. രണ്ട് ചോദ്യങ്ങളാണ്. കൺസർവേഷൻ സെന്റർ എവിടെയെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിൽ ഉത്തരകാശി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി വേറൊരു ചോദ്യമുണ്ട്. സ്നോ ലിയോപേർഡിന് പ്രസിദ്ധമായിട്ടുള്ള നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ്,
അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്ക്. ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്ക് എന്തിന് പ്രസിദ്ധം? സ്നോ ലിയോപേർഡിന് പ്രസിദ്ധം. സ്നോ ലിയോപേർഡിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ കൺസർവേഷൻ സെന്റർ വന്നത് എവിടെ? UNDP എന്ന് പറയുന്ന ഒരു സംഘടനയുടെ, യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുടെ, ഐക്യരാഷ്ട്ര സംഘടന, അവരുടെ നേതൃത്വത്തിൽ സ്നോ ലിയോപേർഡിന്റെ കൺസർവേഷൻ ഇന്ത്യയിൽ ആദ്യം വരുന്നത് ഉത്തരാഖണ്ഡിൽ ഉത്തരകാശി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേസമയം പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കിലാണ് സ്നോ ലിയോപേർഡിന്റെ ആദ്യത്തെ ബ്രീഡിംഗ് സെന്റർ ആരംഭിച്ചത്. ഒരുപാട് ഈ പറഞ്ഞ സ്നോ ലിയോപേർഡിനെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന്? പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കിൽ നിന്ന് എന്നുള്ളത് ഓർക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല കൂടിയാണ് ഏത്? പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക്. അത് എവിടെയെന്നും ചോദിക്കും. അത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്, ഡാർജിലിംഗിലാണ്. വെസ്റ്റ് ബംഗാളിലാണ്, ഡാർജിലിംഗിലാണ്. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ഹിമാലയത്തിൽ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡാർജിലിംഗ് ആണ്. അപ്പൊ അവിടെയാണ്, ഓർത്ത് വയ്ക്കണം. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് ഈ പറഞ്ഞ ബാന്ധവ്ഗഡ് ദേശീയ പാർക്ക് വെളുത്ത കടുവകൾക്ക് ഫേമസ് ആണ്. വെളുത്ത കടുവകളുടെ ഒരു ബ്രീഡിംഗ് സെന്റർ വരുന്നുണ്ട്. അത് മധ്യപ്രദേശിലെ രേവയിലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സംശയമാണ്, നമ്മുടെ വനം വകുപ്പിനെ പ്രധാനമായിട്ടും 5 സർക്കിളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ടും 5 സർക്കിൾ എന്നല്ല പറഞ്ഞത്, 5 ടെറിട്ടോറിയൽ സർക്കിളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെ? അതിൻ്റെ ഭരണപരമായുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്ത് പറഞ്ഞു. 5 ടെറിട്ടോറിയൽ സർക്കിളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അല്ലെ? അതായത് ഈ പറഞ്ഞ കൊല്ലം, അതായത് സൗത്ത് സർക്കിൾ കൊല്ലം, പിന്നെ അത് കഴിഞ്ഞിട്ട് നോർത്ത് സർക്കിൾ കർണൂർ, പിന്നെ അത് കഴിഞ്ഞ് സെൻട്രൽ സർക്കിൾ തൃശ്ശൂർ, ഈസ്റ്റ് സർക്കിൾ പാലക്കാട്, ഹൈ റേഞ്ച് സർക്കിൾ കോട്ടയം എന്നിങ്ങനെ 5 സർക്കിളായിട്ട്, 5 ടെറിട്ടോറിയൽ സർക്കിളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ 5 ടെറിട്ടോറിയൽ സർക്കിളിനെ വീണ്ടും ഡിവിഷനുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര ടെറിട്ടോറിയൽ ഡിവിഷൻ ഉണ്ട് എന്ന് അടുത്ത് ഞാൻ പറഞ്ഞു 25 ഡിവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചിലർ ചോദിക്കുന്നു, സാറേ അത് 36 അല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. 5 സർക്കിളിനെ, 5 വനം സർക്കിളിനെ 25 ടെറിട്ടോറിയൽ ഡിവിഷൻ ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അതിന് പുറമെ മറ്റു ഡിവിഷനുകളുണ്ട്. അത് 36 അല്ലേ എന്ന് ചോദിച്ചാൽ 36 ആണെന്ന് പറയാൻ പറ്റൂല, 37 ആണെന്ന് പറയാം, 38 ആണെന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഉത്തരവില്ല. അപ്പോൾ എത്ര വനം ഡിവിഷൻ ഉണ്ട് എന്നോട് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമൊന്നും ഈ പറഞ്ഞ വനം വകുപ്പിനും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ ഫൈൻഡിങ്സ് അങ്ങനെയാണ്, അതിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം, അത് വനം വകുപ്പിനെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ടെറിട്ടോറിയൽ സർക്കിളായിട്ട് തിരിച്ചിട്ടുണ്ട് 5. ആ ടെറിട്ടോറിയൽ സർക്കിളിന് കീഴിൽ ഈ പറഞ്ഞ 25 ടെറിട്ടോറിയൽ ഡിവിഷൻസ് ഉണ്ട്. 25 ടെറിട്ടോറിയൽ ഡിവിഷൻസ്. ഈ 25 ടെറിട്ടോറിയൽ ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം. ഈ പറഞ്ഞ കണ്ണൂർ, ഈ പറഞ്ഞ വനം സർക്കിളിനകത്ത് ഈ പറഞ്ഞ കാസർഗോഡ് എന്ന് പറയുന്ന ഡിവിഷനും കൂടെ ചേർത്താണ് 25 വനം ഡിവിഷൻ എന്ന് പറയുന്നത്. വനം വകുപ്പിന്റെ വെബ്സൈറ്റിനകത്ത് ഈ പറഞ്ഞ കാസർഗോഡ് ഡിവിഷൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതുകൂടെ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ 25 ആവുള്ളൂ. ഫോറസ്റ്റ് സർവേ റിപ്പോർട്ടുണ്ട്. ഫോറസ്റ്റ് സർവേ റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ വനം സർക്കിളും അതുമായി ബന്ധപ്പെട്ട ഡിവിഷനും കൃത്യമായിട്ട് തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിരിക്കുന്ന 25 ആണ്. അതുകൊണ്ടാണ് ഞാൻ 25 എന്നുള്ള നമ്പർ പറഞ്ഞത്. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ ഡിവിഷൻസ് ഉണ്ട്. തടി ഡിപ്പോ പലതുമൊക്കെ ഡിവിഷനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് 36, 37, 36 എണ്ണം കൃത്യമായി പറഞ്ഞിട്ട് ബാക്കി അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഫോറസ്റ്റ് സർവേ റിപ്പോർട്ടിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വനം ഡിവിഷൻ 36 ഉണ്ട് എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു നമ്പറില്ല. ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയാം. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ എത്ര സർക്കിൾ ഉണ്ട്? ടെറിട്ടോറിയൽ സർക്കിൾ 5. ആ ടെറിട്ടോറിയൽ സർക്കിളിന്റെ കീഴിൽ 25 ഡിവിഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിനകത്ത് സംശയം ഇല്ല. അപ്പൊ അത് ഒരു ക്ലാരിറ്റി നിങ്ങൾ ചോദിച്ച സംശയമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ശരി, ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു കാര്യമാണ്, സാറേ എൻഡാഞ്ചേർഡ് ആണോ വൾണറബിൾ ആണോ? ഏത്? സിംഹം എന്ന് പറയുന്ന IUCN സ്റ്റാറ്റസിൽ എൻഡാഞ്ചേർഡ് ആണോ വൾണറബിൾ ആണോ? അവിടെ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരു ക്ലാസ്സിനകത്ത് ഞാൻ എൻഡാഞ്ചേർഡ് എന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. വേറെ ക്ലാസ്സിൽ ഞാൻ വൾണറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ എൻഡാഞ്ചേർഡ് എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഏതാണ്? വൾണറബിൾ ആണ് ശരി. പുസ്തകത്തിൽ എഴുതിയേക്കുന്നതും തെറ്റാണ്. കാരണം ആ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് എൻഡാഞ്ചേർഡ് ആണ്. പക്ഷേ ഇപ്പോൾ അത് വൾണറബിളിലോട്ട് മാറിയിട്ടുണ്ട്. അത് തെറ്റാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മറ്റൊരു തെറ്റ്, സൈലന്റ് വാലി എവിടെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട്. അതുവരെ ശരി. സൈലന്റ് വാലി പാലക്കാട് ഏത് താലൂക്കിലാണ് എന്നുള്ളതിന്
ഞാൻ മണ്ണാർക്കാട് എന്നുള്ള തെറ്റായ ഉത്തരമാണ് പറഞ്ഞത്. മണ്ണാർക്കാടല്ല, അതിപ്പോൾ അട്ടപ്പാടി താലൂക്കിലാണ്. അതിനകത്തുള്ള കാര്യം പറയാം. വളരെ ഈ പറഞ്ഞ മുമ്പ് തന്നെ 10-25-30 കൊല്ലമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതലേ മനസ്സിനകത്ത് കിടക്കുന്നതാണ് മണ്ണാർക്കാട്. അതങ്ങനെ വന്നതാണ്, പിന്നെ അപ്ഡേറ്റ്സ് ഒന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, പാലക്കാട് പുതിയ ഒരു താലൂക്ക് കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ആ താലൂക്ക് എന്ന് പറയുന്നത് അട്ടപ്പാടി താലൂക്കാണ്. അപ്പോൾ നേരത്തെ മണ്ണാർക്കാട് താലൂക്കിലുണ്ടായിരുന്ന ഒരുപാട് പ്രദേശങ്ങൾ അട്ടപ്പാടി താലൂക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സൈലന്റ് വാലി ഇപ്പോൾ ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചാൽ മണ്ണാർക്കാടല്ല. മണ്ണാർക്കാടത്തെ തഹസീൽദാർ എൻ്റെ അടുത്ത് പറഞ്ഞു മണ്ണാർക്കാടല്ല. അതേസമയം അട്ടപ്പാടി താലൂക്കിലെ തഹസീൽദാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെയാണ്, അട്ടപ്പാടിയിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഏത് താലൂക്കിലെന്ന് ചോദിച്ചാൽ അട്ടപ്പാടിയിലാണ്. അപ്പോൾ സൈലന്റ് വാലി ഏത് ഈ പറഞ്ഞ താലൂക്കിലാണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ ഇപ്പൊ എവിടെയാണ്? അട്ടപ്പാടി താലൂക്കിലാണ്. അത് ശ്രദ്ധിച്ചോണം. മണ്ണാർക്കാട് എന്നുള്ളത് പൊട്ട തെറ്റാണ്. അപ്പോൾ അത് ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്, സമ്മതിക്കുന്നു. ഒരാൾ തെറ്റ് ഈ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു, അയാൾക്ക് നന്ദിയുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ ആ തെറ്റ് ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ച സുഹൃത്തിന് ഈ പറഞ്ഞ് വളരെ അധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. അപ്പോൾ അത് അട്ടപ്പാടിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഒരു റിപ്പോർട്ട്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു, ലോകത്ത് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ വനമുള്ളത് റഷ്യയിലാണെന്ന് പറഞ്ഞു. വനം വിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ഉള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് 9 എന്നാണ്. ക്ലാസ്സിൽ പറഞ്ഞത് എത്ര? 9. അതാണ് ശരി. പക്ഷേ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് 10 എന്നാണ് കൊടുത്തിരുന്നത്. കാരണം അന്ന് ഇന്ത്യയുടെ സ്ഥാനം, ലോകത്ത് വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 10 ആയിരുന്നു. പുസ്തകം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ അടുത്ത റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ ഇന്ത്യ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി. ഇപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? അത് 9ാം സ്ഥാനമാണ്. ക്ലാസ്സിനകത്ത് പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ പുസ്തകത്തിനകത്ത് അത് എത്രയെന്നാണ് കൊടുത്തിരിക്കുന്നത്? 10 എന്നാണ്. തിരുത്തിക്കോണം. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, അതും ഈ പറഞ്ഞ പഴയ അറിവുകൾ മനസ്സിൽ അതുപോലെ കിടന്ന് വന്ന ഒരു തെറ്റാണ്. ഈ പറഞ്ഞ FSI റിപ്പോർട്ട്, ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട്, ഈ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് 2023, 2 കൊല്ലം കൂടുമ്പോഴാണ് ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞു. ആ പറഞ്ഞ റിപ്പോർട്ടിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് നമ്മൾ പഠിച്ച സമയത്ത് അതിനകത്ത് ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ വനവിസ്തീർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. തൊട്ട് പിറകിൽ അരുണാചൽ പ്രദേശ് ഉണ്ട് വനവിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ. ഇനി അത് കഴിഞ്ഞിട്ട് ശതമാന അടിസ്ഥാനത്തിൽ വനവിസ്തീർണം കൂടുതലുള്ള ഇന്ത്യയിലെ പ്രദേശം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലക്ഷദ്വീപാണ്. ഏതാണ്ട് 91% എന്നാണ് കൊടുത്തിരിക്കുന്നത്. 91%. അത് അവിടെ ആ കാര്യമൊക്കെ പറയുന്നത് ഈ വൃക്ഷാവരണവും വനാവരണവും എല്ലാം കൂടെ ചേർത്തിട്ടാണ് 91% എന്നാണ് പറയുന്നത്. അപ്പോൾ വനവിസ്തീർണം ശതമാനക്കണക്കിൽ പറയുമ്പോൾ എവിടെയാണ് കൂടുതൽ? ലക്ഷദ്വീപിലാണ് കൂടുതൽ. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ സംസ്ഥാനം ഏത് എന്നുള്ളിടത്ത് ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞു. സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ മിസോറാം എന്നാണ് പറയേണ്ടിയിരുന്നത്. എന്താണ്? മിസോറാം. ശതമാനക്കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിക്കുമ്പോൾ മിസോറാം എന്നുള്ളതാണ് ഉത്തരം. പഴയ ഓർമ്മയിൽ ഞാൻ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞു. അത് മിസ്റ്റേക്കാണ്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അപ്പോൾ വനവിസ്തീർണത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനകത്ത് സംശയമില്ല, അത് മധ്യപ്രദേശാണ്. പക്ഷേ ശതമാന അടിസ്ഥാനത്തിൽ വനവിസ്തീർണം പറയുമ്പോൾ ആദ്യം ലക്ഷദ്വീപാണ്, അത് കഴിഞ്ഞിട്ട് മിസോറാമാണ്. പക്ഷെ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുമ്പോൾ ലക്ഷദ്വീപിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം? ശതമാനക്കണക്കിൽ സംസ്ഥാനം ഏത് വനവിസ്തീർണത്തിന്റെ കാര്യത്തിൽ? അത് മിസോറാമാണ്. ഏതാണ്? മിസോറാമാണ്. കേട്ടോ? അത് മൊത്തത്തിൽ ഈ പറഞ്ഞ കേന്ദ്രഭരണ പ്രദേശവും അതുപോലെ തന്നെ സംസ്ഥാനം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഏത് വരും? ലക്ഷദ്വീപ് വരും, അത് കഴിഞ്ഞിട്ട് മിസോറാം വരും. സംസ്ഥാനം ചോദിക്കുമ്പോൾ ലക്ഷദ്വീപിനെ പറയാൻ പറ്റൂല, മിസോറാം വരും. അപ്പോൾ അതിനകത്ത് ആ മിസോറാം എന്നുള്ളിടത്ത് അരുണാചൽ പ്രദേശ് എന്നാണ് പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു തെറ്റാണ്. ക്ലാസ്സിനകത്തും ഞാൻ ആ തെറ്റ് പറഞ്ഞു. അപ്പോൾ അത് തിരുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ അത്യാവശ്യം അറിയിക്കാനുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം,
സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി പ്രത്യേകം ക്ലാസ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. ഈ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, നിങ്ങളിപ്പോൾ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചല്ലോ. എങ്ങനെയായിരുന്നു അത്? ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ പുസ്തകം വായിക്കുന്നു, അപ്പോൾ തന്നെ അത് സെറ്റാവുന്നു. അതുപോലെ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ക്ലാസ് ചെയ്തു അല്ലേ, അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പുസ്തകമുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബോധ്യപ്പെടും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞൊരു ക്ലാസ് തുടങ്ങുന്നുണ്ട്. യൂട്യൂബിനകത്ത് തീർച്ചയായിട്ടും ആ ക്ലാസ് ചെയ്യും. പക്ഷെ അത് കുറച്ച് കഴിയും, വേറെ ചില ഷെഡ്യൂള് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെ പഠിച്ച് തുടങ്ങണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. ചെറിയൊരു ഫീസ് തന്നാൽ മതി. ഫീസ് ഇല്ലാതെ ഈ പറയും നമുക്കത് പ്രയാസമാണ്, കാരണം ജീവിക്കണ്ടേ അല്ലേ. അപ്പോൾ ജീവിച്ചൊക്കെ പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമാനം കൂടി വേണം. അല്ലാതെ നമ്മൾ വെറുതെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അധികം കാലമൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ അവസാനം കടവും ബാധ്യതയായി പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയ വരുമാനം കൂടി വേണം. അപ്പോൾ ആ ക്ലാസ് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലോട്ട് പെട്ടെന്ന് വിളിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഉദ്ദേശശുദ്ധിയെയും എൻ്റെ ആത്മാർത്ഥതയെയും നിങ്ങൾ സംശയിക്കരുത്. ആസ്ഥ എന്ന വാക്കിന് വിശ്വാസം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.